വേദ സിവിൽ സർവീസ് എല്ലാം പഠിച്ച് എക്സാം എല്ലാം എഴുതിയിട്ട് പുതിയ പോസ്റ്റിംഗ് ഓർഡറുമായിട്ടാണ് തരുണിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. തമിഴ്നാട്ടിലേക്കാണ് പുതിയ പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സേതുലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്. മോളെ ഒറ്റയ്ക്കാക്കി പോകാനാകുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ എന്ന് പറയുന്നത്. അത് കേട്ടതും സേതുലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇല്ലേ, മോള് ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് മാസം കഴിഞ്ഞതും തരുണിന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് തരുണിനും മാറ്റം കിട്ടുന്നത്, വേദയുടെ അടുത്തേക്ക്. ദില്ലിയിൽ നിന്ന് അങ്ങനെ അവർ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. വിക്രത്തിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത് കൂടെ നിന്ന് ജയിൽ സൂപ്രണ്ട് റിട്ടയർഡ് ആയിട്ട് പോവുകയാണ്. അന്നേരം തന്നെ അവൻ ബിരുദാനന്തര ബിരുദം പൊളിറ്റിക്കൽ സയൻസിൽ നേടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ എല്ലാവരും കൂടെ. വേദയുടെ അച്ഛനെ കാണാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസർ വരുന്നുണ്ട്. വന്നിട്ട് ഒരു കേസിൻ്റെ കാര്യമൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു തട്ടിപ്പ് നടത്തിയ ഒരാളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞ അയാൾക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മൃഗങ്ങൾ കയറുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ക്യാമറ കാണാനില്ല. അത് കാണാതിരിക്കുന്നത് വിക്രം സുധാകരൻ ശങ്കർ നാരായണനെ കൊന്നു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്യാമറയാണ് കാണാതിരിക്കുന്നത്. അപ്പോൾ അത് ആളെ കൊല്ലുമ്പോൾ അവിടെ ക്യാമറ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു തെളിവായി വെച്ചുകൊണ്ട് നമുക്ക് വിക്രമിനെ പുറത്തിറക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു തെളിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പുതിയ അപ്പീലിന് കൊടുക്കണം, കേസ് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു തെളിവില്ലാണ്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ അവർ ജയിലിലേക്ക് പോകുന്നുണ്ട്. പോയിട്ട് വിക്രത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് സംഭവമുണ്ട്, അപ്പോൾ നമുക്ക് കേസ് റീ ഓപ്പൺ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. വേദ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിനക്ക് വലിയൊരു സർപ്രൈസ് പുറത്ത് കാത്തിരിക്കേണ്ട, അത് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വേദയുടെ അച്ഛൻ പറയുന്നുണ്ട് വിക്രത്തിൻ്റെ അടുത്ത്. തരുൺ സ്റ്റേഷനിലെത്തിയതും അവിടുത്തെ പോലീസുകാരൻ പറയുന്നുണ്ട്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് വന്നിട്ടുണ്ട്, അപ്പോൾ അവിടേക്ക് സബ് കളക്ടർ പോയിട്ടുണ്ട് നേരിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഒരു കുട്ടിയെ മയക്കുമരുന്ന് വെക്കാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്, കുറേ ഗുണ്ടകൾ. അപ്പോൾ അതിനൊരു തലവനും ഉണ്ട്. അപ്പോൾ അയാളും വന്നിട്ട് ഇങ്ങനെ മയക്കുമരുന്ന് കുത്തിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വേദ സബ് കളക്ടറായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. വന്നിട്ട് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും അവർ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അവരെയൊക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീടെത്തിയതും തരുൺ പറയുന്നുണ്ട് വേദയുടെ അടുത്ത്, ഇങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കേസിന് ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പറയണ്ടേ, എന്നെ ഒന്ന് അറിയിക്കുകയെങ്കിലും ചെയ്യണ്ടേ, ഒരുപാട് ജോലി പരിചയം എനിക്കുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, വേദ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദയുടെ മോൾ ഓടിക്കൊണ്ട് വരുന്നുണ്ട് അമ്മയെന്ന് വിളിച്ചിട്ട്. മോള് UKG-യിലെത്തിയിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു പാട്ട് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും എന്താ ചെയ്തു തരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. മോൾക്ക് സ്കൂളിൽ അവതരിപ്പിക്കാൻ വേണ്ടി വേദ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും ഒരു കഥ. ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. വിക്രമാദിത്യൻ അമ്പലത്തിലേക്ക് പോയപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നത് കണ്ടിട്ട് ആ രാജകുമാരി ഇടപെട്ടപ്പോൾ ആ രാജകുമാരിയുടെ കഴുത്തിൽ ആ വിക്രമാദിത്യൻ താലി കെട്ടി. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വിക്രമാദിത്യനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാജകുമാരിയുടെ നാടും വീടും ഉപേക്ഷിച്ചിട്ട് വിക്രമാദിത്യൻ്റെ വീട്ടിലേക്ക് പോയത്. എന്നാൽ വിക്രമാദിത്യനെ മറക്കാനാവാത്ത വിധം ആ രാജകുമാരി സ്നേഹിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കഥ ഒന്ന് ചുരുക്കിയിട്ട് മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്കൂളിൽ അവതരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. രാജകുമാരിയുടെ ജ്യേഷ്ഠൻ ഒരു ദുഷ്ടനായിരുന്നു. ആ ദുഷ്ടൻ വിക്രമാദിത്യനെ കൊല്ലാൻ നോക്കി. എന്നിട്ട് അങ്ങനെ ജയിലിലാക്കി. അപ്പോൾ രാജകുമാരി ആ നാട് ഉപേക്ഷിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോയി. രാജകുമാരിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു ഭാവി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മോള് ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും രാജകുമാരി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ദുഷ്ടൻ കൊല്ലില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് കേട്ടുകൊണ്ട് സേതുലക്ഷ്മി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രാജകുമാരി കുട്ടിയും കൊണ്ട് വലിയൊരു ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്കാണ് രക്ഷ തേടി എത്തിയത്. അവിടെ എത്ര വലിയ ദുഷ്ടന്മാർ വന്നാലും ആ ദുഷ്ടന്മാരെയൊക്കെ കൊന്നൊടുക്കാനുള്ള ശക്തി ആ ചക്രവർത്തിക്കുണ്ട്. അതുകൊണ്ട് ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് സേതുലക്ഷ്മി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.